ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് വേൾഡ്. അപ്പം ഞാനിന്ന് ഇവനുമായിട്ട് വന്നിരിക്കുന്നത് കാരണം എന്താണെന്നറിയോ? അറിയോ കാരണം അറിയോ? അപ്പം ഇവന് കുറച്ച് ദിവസമായിട്ട് പനി, ജലദോഷം, കഫക്കെട്ട്, ആകെ വാശി ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കൊടുത്തു, എന്നിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ ചെയ്തൊരു ഹോം റെമഡി, എല്ലാവരും ചെയ്യുന്നതാണ്, സാധാരണ യൂഷ്വലി അമ്മമാരൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞാനത് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാവേ. ആദ്യം നമ്മൾ ഈ കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക എന്നൊക്കെ പറയുന്ന ഇല പറിച്ചെടുക്കണം. ഒരു 5-6 പറിച്ചെടുക്കാം. പിന്നെ തുളസിയില, ഓക്കെ, തുളസിയില നമ്മൾ കുറച്ച് പറിച്ചെടുക്കണം. ഇത് രണ്ടും കൂടി നമ്മൾ, ചിലവർ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടത്ത്, അതായത് ഇപ്പം ആവി പാത്രത്തിലൊക്കെ ഒന്ന് വെച്ച് ആവി കയറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കും. ഞാനിപ്പോൾ അത് വാട്ടണമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ പറിച്ചൊരു കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നത് ഞാൻ പറിച്ചെടുക്കും. അപ്പം നമുക്ക് ഇതൊന്ന് ഇപ്പം എങ്ങനെയാണ് കുട്ടിക്ക് കൊടുക്കാമെന്ന് നോക്കിയാലോ ഗായ്സ്. അപ്പം ഞാനിതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്കയും തുളസി ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് ഞരടി കൊടുത്തു. അപ്പം ഞരടുമ്പം അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള നീരൊക്കെ പുറത്തേക്ക് വരും. കുറച്ചധികം നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല മൂത്ത ഇലയായ കാരണം ഇങ്ങനെ പൊടിഞ്ഞ് വരും. അതിൽ പിന്നെ നീരിൻ്റെ അംശം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഇതൊക്കെ ഒഴിച്ചിട്ടും കുറച്ചേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇത്തിരി തിളപ്പിച്ചാറിയ വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പം ആ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുമ്പം ഇച്ചിരി ലിക്വിഡ് ഫോമിലായിട്ട് കിട്ടണമല്ലോ, നമുക്ക് കുറച്ചധികം വേണം കുട്ടിക്ക് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതുപോലെ ചെയ്തപ്പോൾ കണ്ടോ, രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്, ഒരു ബ്രൗൺ കളറിലുള്ള നീര് നമുക്ക് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ അതിലത്തെ ആ ബാക്കി വന്നിട്ടുള്ള അതിൻ്റെ ആ ചണ്ടി വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മാറ്റണം. എല്ലാ അമ്മമാർക്കും യൂഷ്വലി അറിയുന്നതാണ്, എല്ലാവരും പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. പക്ഷേ അറിയാത്തവരുണ്ടാവും ചിലപ്പോൾ. അപ്പം ഞാനിതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ചെറിയതായിട്ടൊരു എരിവ് ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനിത് പനങ്കൽക്കണ്ടാണ് ഞാൻ ചേർക്കാൻ പോണത്. കുറുക്കിലും അതുപോലുള്ള പഞ്ചസാര നമ്മൾ അറിയാറില്ല. അപ്പോൾ ഈ പനങ്കൽക്കണ്ട നല്ലതാണ് കുട്ടികൾക്ക്. അപ്പം ഞാനതൊന്ന് കഴുകിയെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുന്നുണ്ട്. അത് നന്നായിട്ട് യോജിപ്പിച്ച് ഒരു സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ലയിപ്പിച്ച് കൊടുക്കണം. ആ പനങ്കൽക്കണ്ട ഒന്ന് അതിലേക്ക് ലയിക്കുന്ന വരെ നമ്മൾ ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കണം. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും നമുക്ക്. അതായത് ഒരു ലിക്വിഡ് ഫോമിലേക്ക് ഒരു മരുന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം ഞാനിത് എൻ്റെ മോന് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഇങ്ങനെ ആക്കി ഇതുപോലെ നീരെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മോനെ എടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ അവനെയും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കുടിക്കുമല്ലോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവന് സ്പൂണിലല്ല കൊടുക്കണം, സ്പൂണിൽ കൊടുത്ത് എല്ലായിടത്തും ആക്കും. അപ്പം ഞാനൊരു നിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുഴപ്പമില്ല, കുടിക്കുന്നുണ്ട്. എരിവൊന്നും ഇല്ലാത്ത കൊണ്ട് പനങ്കൽക്കണ്ടൊക്കെ ഇട്ട കാരണം കുടിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾക്ക് വിട്ടുമാറാത്ത ചുമ, ജലദോഷം, കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലോപ്പതിയേക്കാളും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല എഫക്റ്റീവാണ്. മോന് ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് പറയൽ മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ലൈക്ക്, ഷെയറും കമൻറ്റും, എന്തിന് സബ്സ്ക്രൈബ് പോലും നിങ്ങൾ ആരും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ പ്ലീസ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ.